ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രിസ്മസ് ആശംസകളൊക്കെ നേർന്നിട്ട് 2 പാട്ട് പാടിയിട്ടുണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ആ കമൻറ്റ് നിങ്ങൾ വായിക്കണം. ഞാൻ വളരെ കുഞ്ഞു നാളിൽ ജീവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻകുരിശ് ഡിപ്പോയി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എൻ്റെ അയലക്കായിരുന്ന ഞാൻ അന്നേരം 4 വയസ്സ് 3 വയസ്സ് 5 വയസ്സൊക്കെ ആ ടൈമിൽ കുമാരി ചേച്ചി മറിയാമ്മ ചേച്ചി അവരുടെയൊക്കെ അടുത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും, ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും. ഞങ്ങൾ ഒരു കുടുംബം പോലെ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ മതത്തിൻ്റേതോ അല്ലെങ്കിൽ ക്രിസ്ത്യാൻ്റെ പാട്ട് പാടാൻ പാടുന്ന ക്രിസ്ത്യൻ മുസ്ലിംസിൻ്റെ പാട്ട് പാടാൻ പാടില്ല എന്നോ ഹിന്ദുസിൻ്റെ സോങ് മുസ്ലിം പാടാൻ പാടില്ല അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലം ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് അവിടുത്തെ കുട്ടികളും ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ അങ്ങനെയാണ് ജീവിച്ചത് ഞാനൊക്കെ. എൻ്റെ ചെറുപ്പകാലം കേട്ടോ, വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കാലഘട്ടമൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ. അവിടെ നിന്ന് എന്തുണ്ടെങ്കിലും അവിടെ നിന്ന് കഴിക്കും, നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അതുങ്ങൾ കഴിക്കും. അങ്ങനെയൊക്കെയാണ് അന്ന് ജീവിച്ചിരുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൽ എൻ്റെ വാപ്പിച്ച എന്നാന്ന് വെച്ചാൽ അവിടെ ഒരു പെണ്ണമ്മ ചേച്ചിയും 2 പെൺമക്കളും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ കുറച്ച് സ്ഥലത്ത് ഒരു ഈറ്റില കൊണ്ടൊക്കെ വീട് പണിത് അവർക്ക് കൊടുത്തു. ഞങ്ങളുടെ സാധനം തന്നെയാണ് അത്. ഇത് ഞാൻ ഇതിനകത്ത് സോഷ്യൽ മീഡിയ പറയുമ്പോൾ അത് അറിയാവുന്ന ഇത് കാണുന്ന അവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. അവർക്ക് വീട് പണിതൊക്കെ കൊടുത്ത് 2 പെൺമക്കൾ, അവർ ക്രിസ്ത്യൻസാണ്. ഞങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ട് ഞങ്ങൾ സ്ഥലം തരില്ല, ഞങ്ങൾ വീട് പണിത് കൊടുക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അതുപോലെ അതുങ്ങളും അതിനേക്കാൾ അപ്പുറം നന്ദി സ്നേഹത്തോടുകൂടി ഞങ്ങളോട് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഉമ്മച്ചി ഊന്നുകല്ല് പീച്ചാട്ട് ചേട്ടത്തി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വത്സമ്മ ടീച്ചർ, ലീലാമ്മ ടീച്ചർ, ജോസ് ഞങ്ങളുടെ സാറുമാരൊക്കെ ഉള്ള ഒരു ഫാമിലി. അവരുടെ വീട്ടിലായിരുന്നു എൻ്റെ ഉമ്മ പീച്ചാട്ട് കൊയ്ത്തും കുടിപ്പണിയും എല്ലാം അവിടെയായിരുന്നു. ഉമ്മച്ചി വൈകുന്നേരം വരുമ്പോൾ കുറേ മോര് കറി, പേരയ്ക്ക, എന്താ പറയുക, മോര്, തൈര് ഇതെല്ലാം ഞങ്ങൾക്ക് കൊണ്ടുവരും, വീട്ടിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ വളരെ എന്താ പറയുക ആക്രാന്തത്തോട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലൊന്നും അന്ന് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഉമ്മച്ചി ആ ചേട്ടത്തി കൊടുത്തു പറഞ്ഞ ഫുഡൊക്കെ കൊണ്ടുവന്ന് വൈകിട്ട് കൊണ്ടുവരുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം എനിക്കുള്ള കൂട്ടുകാർ തന്നെ നോക്കാം. എനിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാം എന്താ പറയുക മറ്റുള്ള സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളൊക്കെ തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുവൈറ്റിൽ ഒരു മുസ്ലിംസിൻ്റെ ഹോമാണിത്. ഇവിടെ ജോലി ചെയ്യണത് ക്രിസ്ത്യൻസ്, ഹിന്ദുസ് ഒക്കെയാണ്. അവർ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് ഉണ്ടാക്കണതും കഴിക്കണതും എല്ലാം. ഇവിടെ ഒന്നും ഞാനൊരു അയിത്തവും കാണാനുള്ള, പാട്ട് പാടുന്നതിനൊന്നും അയിത്തം കാണാനുള്ള. ഈ പറയുന്ന ആളുകളുടെ മനസ്സിലാണ് ഈ അയിത്തം. എന്തിനാണ് ആളുകൾ ഇങ്ങനെ കിടന്നിങ്ങനെ, എന്തിനാണ് നമ്മുടെ നല്ല നല്ല മനോഹരമായ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്തൊരു നാട്ടിലിങ്ങനെ എന്ത് അർത്ഥം അറിഞ്ഞിട്ടാണ് പാട്ട് പറഞ്ഞത്? നമ്മൾ അർത്ഥം അറിയാണ്ടിരിക്കും. ഞങ്ങൾ കുഞ്ഞു കുട്ടിയൊന്നും അല്ലല്ലോ. നമ്മുടെ എത്ര സോങ്സ് നമ്മുടെ ചിത്ര ചേച്ചിയും ദാസേട്ടനൊക്കെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മുസ്ലിം സോങ്സ് മാപ്പിളപ്പാട്ടൊക്കെ പാടിയേക്കുന്നത്. അതിന് അവരെ ആരും തല്ലിക്കൊല്ലാനോ വഴക്ക് പറയാനോ പോകണ്ടോ? ഓരോ മനുഷ്യൻ്റെ ഇഷ്ടമാണത്. നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ കേരളത്തിലാണ് അതൊക്കെ നടക്കുകയുള്ളൂ. ഇത് യു.പിയോ ഗുജറാത്തൊന്നും അല്ല, ഇത് കേരളമല്ലേ. അപ്പോൾ നമ്മൾ പരസ്പരം മതസൗഹാർദ്ദത്തോട് ജീവിക്കണതാണ്. ഇപ്പോൾ എന്തിനാണ് ഈ ആളുകൾക്ക് ചൊറിച്ചിൽ? ഇതിൽ ഏറ്റവും പ്രോബ്ലം നമ്മുടെ മുസ്ലിംസിൽ തന്നെയുള്ള കുറേ ആളുകൾക്കാണ്. ആ പാട്ട് പാടി അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പോൾ ഒരാൾ കേക്ക് മുറിക്കാൻ, നമ്മുടെ ഫ്രണ്ടിന് ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരികളെല്ലാവരും കൂടി കേക്ക് മുറിക്കാൻ പോകും. അത് അന്നും പറഞ്ഞിട്ട് നമ്മൾ ആ മതത്തിലേക്ക് പോയതാണോ? എന്താണ് ഇങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്താണ് ലോകം ഇങ്ങനെ? ഇത്രയും വൃത്തികെട്ട ഒരു ചിന്താഗതി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാര്യം നമ്മളൊക്കെ ദാരിദ്ര്യത്തിൽ ആ കൊറോണ വന്നു, വീട്ടിൽ കയറിയിരുന്നു. നമുക്ക് ആരെങ്കിലുമൊക്കെ അന്യമതസ്ഥപ്പെട്ട സഹോദരന്മാർ കൊണ്ട് തന്നെ ഫുഡ് ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലേ? കഴിക്കണല്ലേ? ഇല്ല. അതുപോലെ വെള്ളപ്പൊക്കം വന്നു, എല്ലാവരും ഒന്നിച്ചിരുന്ന ഫുഡ് കഴിച്ചതും എല്ലാം. അന്നേരം അവർക്ക് ആർക്കും മുസ്ലിമില്ല, ക്രിസ്ത്യാനും ഇല്ല, ഹിന്ദു ഇല്ല. അപ്പം എല്ലാവരും ഒന്നാ. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ എല്ലാവരും ഒന്നാ. എന്തിനാണ് ഇങ്ങനെ ഈ വൃത്തികെട്ട ചിന്താഗതിയും വെച്ചുകൊണ്ട് നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ട കാര്യമൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ആ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തിനാണ് ആളുകൾ ഇങ്ങനെ കിടന്ന് കാണിക്കണേ. എന്ത് കാര്യത്തിന്? അല്ലെങ്കിൽ അവരുടെയൊക്കെ യഥാർത്ഥ ഹിസ്റ്ററി മറ്റ് ചകഞ്ഞ് പോയി കഴിഞ്ഞാണ്ടല്ലോ ഏറ്റവും ലോക്കൽസ് ആയിരിക്കും അവരൊക്കെ.
അവരൊക്കെ ജീവിച്ച സാഹചര്യം അവന് വായിൽ സ്വർണ്ണക്കരൻ്റെ ഇടയ്ക്ക് ജനിച്ചെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. കാരണം ഞാനൊക്കെ ദാരിദ്ര്യത്തിൽ ജീവിച്ചു. ആര് തന്നാലും എൻ്റെ വീടിൻ്റെ അയൽക്കത്തുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ആരൊക്കെ തന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മിച്ചി ഞങ്ങൾക്ക് കൊണ്ടേ തന്നിട്ടുണ്ട്, ഞങ്ങൾ കഴിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ പെസഹാപ്പം വരെ ഞങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ആരും കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ അന്നത്തെ ജീവിതം അങ്ങനെയായിരുന്നു. അന്നൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള ചീഞ്ഞ ചിന്താഗതിയൊക്കെ ഉള്ളിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കും ഇനിയുള്ള കാലം എല്ലാവരും. എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പും കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ.